എന്തായി അവൾക്ക്? തീരുമോ ഉടനെങ്ങാനും? തന്റെ റിവോൾവിംഗ് ചെയറിൽ അമർന്നിരുന്ന് നന്ദൻ ചോദിക്കുമ്പോൾ ജിതിൻ തലയാട്ടി. കുറച്ച് സീരിയസ് ആണ്, രക്ഷപ്പെടുമോ എന്നറിയില്ല. പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാ, ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ റോഷൻ നിരഞ്ജന്റെ അടുത്ത ഫ്രണ്ടാണ്. അയാൾ അന്വേഷിച്ചാൽ ഉറപ്പായും ആക്സിഡന്റിന് പിറകിൽ നമ്മളാണെന്നറിയും. ജിതിൻ പറയെ നന്ദൻ ആലോചനയോടെ കണ്ണടച്ചു. ബീച്ചിലിരുന്ന ദേവുവിനും നിതാരയ്ക്കും അടുത്തേക്ക് പോകാൻ തുടങ്ങിയ വർഷയെ ദൂരെ നിന്ന് ജിപ്സിയിൽ പാഞ്ഞു വന്ന ജിതിൻ കണ്ടിരുന്നു. ആളുകൾ കടന്നു പോകുന്നതോ പൊതുനിരത്തോ എന്നതൊന്നും പിന്നീട് അവന്റെ കണ്ണിൽ തടഞ്ഞില്ല. എങ്ങനെയും വർഷയെ തടയണം. അവൾ ശിഖന്യയെയോ നിതാരയെയോ കാണാൻ പാടില്ല. വെയിൽ മങ്ങിത്തുടങ്ങിയ റോഡിലൂടെ അവന്റെ ജിപ്സി പാഞ്ഞു വന്നു. അത് വർഷയുടെ ശരീരത്തെ കീറി മുറിച്ച് കടന്നുപോയി. അതൊരു സാധാരണ ആക്സിഡന്റ് അല്ലെന്ന് തിരിച്ചറിഞ്ഞ ഉറപ്പായും ജിതിൻ കുടുങ്ങും. കാരണം ആ പൊതുനിരത്തിൽ പലയിടത്തെയും ക്യാമറയിൽ അവന്റെയും ജിപ്സിയുടെയും ചിത്രം പതിഞ്ഞിട്ടുണ്ട്. കുറച്ചു നേരം മൗനത്തോടെ ചിന്തിച്ചിരുന്ന നന്ദൻ കോൾ വന്നതും ചെറിയ അസ്വസ്ഥതയോടെ ഫോണെടുത്തു. ഹലോ അങ്കിൾ. അവന്റെ സ്വരത്തിൽ ബഹുമാനവും നേരിയ ഭയവും കലർന്നിരുന്നു. അല്ലെങ്കിലും എല്ലാവരോടും ആജ്ഞാപിക്കുന്ന നന്ദൻ ഒന്നൊതുങ്ങുന്നത് അയാളുടെ മുന്നിൽ മാത്രമാണല്ലോ. കോടീശ്വര പുത്രനായി ജനിച്ച് പിന്നീടൊന്നുമില്ലാതെ തെരുവിൽ കഴിയേണ്ടി വന്നപ്പോഴും വീണ്ടും വലിയ സാമ്രാജ്യം സമ്മാനിച്ചത് അയാളാണല്ലോ. കുറച്ചുനേരം അവർ സംസാരിച്ചു. നന്ദന്റെ മറുപടി മിക്കപ്പോഴും മൂളലിൽ ഒതുങ്ങി. അവരിരുന്ന ക്യാബിനിൽ അത്രയും നിശബ്ദത. കോൾ കട്ടാക്കി ഫോൺ ടേബിളിലേക്കിട്ട് നന്ദൻ പറഞ്ഞു, നമുക്കിത് നിർത്താം ജിതിൻ. എല്ലാം അവസാനിപ്പിക്കാൻ നേരമായി. ജിതിൻ മനസ്സിലാക്കാതെ കണ്ണുമിഴിച്ചു. ലെറ്റ്സ് ഫിനിഷ് ദിസ് ഗെയിം. നന്ദൻ ഒന്ന് നിശ്വസിച്ചു. എന്നിട്ട് തുടർന്നു, ഇനി ഈ കളിയില്ല. നിതാരയ്ക്ക് നഷ്ടപ്പെട്ടതോരോന്നായി തിരിച്ചു കിട്ടിത്തുടങ്ങി. അമ്മ, അച്ഛൻ, സഹോദരൻ, ജീവിതം, അങ്ങനെയെല്ലാം ഇപ്പോൾ അവൾക്ക് ചുറ്റുമുണ്ട്. എല്ലാത്തിൻ്റെയും കൈവെള്ളയിൽ നിന്നവളെ നശിപ്പിക്കണം, തീർക്കണോ അവളെ? ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ജിതിൻ്റെയും കണ്ണിൽ പക പൊടിഞ്ഞു. ദേവ് ബാഗ് പാക്ക് ചെയ്തു. 2 ദിവസമെന്ന് പറഞ്ഞിട്ടിപ്പോ ദിവസം 3 നാളായി. ഇനിയും തിരികെ പോയില്ലെങ്കിൽ ദേവൻ കലി തുള്ളി വരും. അല്ലെങ്കിലേ നിരഞ്ജനോട് തീർത്താൽ തീരാത്ത ദേഷ്യമാണ് അവനിപ്പോ. താരു, നിന്നെ കൂടെ കൊണ്ടുപോകണം എന്നുണ്ടെനിക്ക്. പക്ഷെ വേണ്ട. നീ ഇപ്പോഴാണ് അച്ഛനെയും അമ്മയുമൊക്കെ അറിഞ്ഞ് സ്നേഹിച്ചു തുടങ്ങിയത്. ഇപ്പൊ നീ ഇവിടെ നിന്നാ മതി. സമയമാകുമ്പോൾ എല്ലാവരും കൂടെ തറവാട്ടിലേക്ക് വാ കേട്ടോ. മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത താരുവിനോട് ദേവു സ്നേഹത്തോടെ പറഞ്ഞു. താരു അടക്കിയ കരച്ചിൽ ചീളുകളോടെ ബെഡിൽ ചുരുണ്ടുകൂടിയിരുന്നു. ദേവു അവളൊന്നും മിണ്ടാത്തത് കണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു മാറുമ്പോഴാണ് നിരഞ്ജൻ അവളുടെ മുറിയിലേക്ക് കയറി വന്നത്. അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. ശിഖന്യ, 1 മിനിറ്റ്. അവൻ പറഞ്ഞത് കേട്ട് ദേവു അവനെ ഒന്ന് നോക്കി. പിന്നീടൊന്നും മിണ്ടാതെ താരുവിനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചിട്ട് പുറത്തേക്ക് നടന്നു. നിരഞ്ജനോട് സംസാരിക്കണമെന്ന് അവളും മനസ്സാൽ ആഗ്രഹിച്ചിരുന്നു. പറഞ്ഞു തീരുമെങ്കിൽ അധികം വാശി പിടിക്കാതെ ആ പിണക്കമങ്ങ് വിട്ടുകളയണം. പക്ഷെ ഇപ്പോഴുള്ള അവന്റെ ഭാവം അതവളിൽ ശരിക്കും ഭയം നിറച്ചു. ഇന്നോളം കണ്ടിട്ടില്ല അവനെ അങ്ങനെ. കണ്ണൊക്കെ ചുവന്ന് കലങ്ങി. കഴിഞ്ഞ രാത്രി ഉറങ്ങിയിട്ടില്ല അവനെന്ന് തോന്നുന്നു. നിരഞ്ജൻ നേരെ പോയത് അവന്റെ മുറിയിലേക്കാണ്. അവൻ നേരെ കയറി ബെഡിലേക്ക് ഇരുന്നിട്ട് അവളെ നോക്കി. ദേവു തുറന്നിട്ട വാതിലിലൂടെ അകത്ത് കയറി അവിടെ ഇരിക്കുന്ന അവനെ നോക്കി. തലകുനിച്ചാണ് ആളുടെ ഇരിപ്പ്. ഒരു നിമിഷം വിളിച്ചുകൊണ്ട് വന്നത് അവനാണോ എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. അവനൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് ദേവു ചുറ്റും നോക്കി. കഴിഞ്ഞ ദിവസം അവൻ കൈപിടിച്ച് കയറ്റിയത് ഈ മുറിയിലേക്കാണെങ്കിലും അവൾ മറ്റൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. മുറിയുടെ ഒരറ്റത്തായി ഭിത്തിയോട് ചേർത്തിട്ടിരിക്കുന്ന തൂവെള്ള നിറത്തിലെ ബെഡ്ഷീറ്റ് വിരിച്ച കിങ് സൈസ് ബെഡ്, അതിനോട് ചേർന്നൊരു ഹെഡ്ലൈറ്റ് വയ്ക്കുന്ന സ്റ്റാൻഡ്. മുറിയുടെ ഒരു വശത്ത് ഒരു വാതിൽ കണ്ടു. ഡ്രസ്സിംഗ് റൂമോ വാഷ്റൂമോ ആവുമത്, അവൾ അങ്ങനെ കരുതി. അതിനപ്പുറം വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ, പിന്നെ കുഞ്ഞൊരു ടേബിളും ചെയറും. നിരഞ്ജൻ പതിയെ എഴുന്നേൽക്കുന്നത് കണ്ട് അവൾ വേഗം നോട്ടം പിൻവലിച്ചവനെ നോക്കി. നിരഞ്ജൻ പതിയെ എഴുന്നേറ്റ് വന്ന് ആ ടേബിളിലെ ഒരു ഡ്രോയർ തുറന്നു. അതിൽ ബ്രൗൺ നിറത്തിലെ പുറംചട്ടയോട് കൂടിയ വിൻറ്റേജ് ഡയറി പുറത്തെടുത്ത് അവൻ പറഞ്ഞു, ദാ, നിനക്കെപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ വായിക്ക്. പറ്റില്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞേക്ക്. അവളുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞവൻ അതവൾക്ക് നേരെ നീട്ടി.
സത്യം പറഞ്ഞ അവൻ്റെ മട്ടും ഭാവമൊക്കെ അവളെ സങ്കടപ്പെടുത്തി. എങ്കിലും വിറയ്ക്കുന്ന കൈകളോടെ അവളത് വാങ്ങി. കൂടുതലൊന്നും നിരഞ്ജൻ പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ പതിയെ അവിടെ നിന്നിറങ്ങി. എല്ലാവരോടും യാത്ര പറഞ്ഞു പുറത്തേക്കിറങ്ങുമ്പോൾ നിരഞ്ജൻ അങ്ങോട്ടേക്ക് വന്നില്ല. ദേവു അവൻ വരുമെന്ന് വെറുതെയെങ്കിലും പ്രതീക്ഷിച്ചു. ദേവയാനിയും വാസുദേവൻ കുറുപ്പമ്മാവനും അവളെ സ്നേഹത്തോടെ യാത്രയാക്കി. ഇടറിപ്പോകാതിരിക്കാൻ നിതാര ദേവയാനിയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് കണ്ടാണ് ദേവു നിതാരം വീടിന്റെ പടിയിറങ്ങിയത്. അവൾ കാറിൽ കയറി പോകുന്നത് മുകൾ നിലയിലെ ജനാലയിലൂടെ മറഞ്ഞു നിന്ന് കണ്ട നിരഞ്ജന്റെ കൺകോണിൽ ഒരു തുള്ളി ചോര പൊടിഞ്ഞുപോയി. നിരഞ്ജൻ, നിങ്ങൾ എൻ്റെ പ്രാണനാണ്, എൻ്റെ ജീവന്റെ ഒരംശം. നിന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കുണ്ടാവില്ലടോ. അവൾ അറിയാതെ പിറുപിറുത്തുപോയി. ഇന്ന് ഞാൻ എൻ്റെ പാതിയെ കണ്ടു. ദേവു, എല്ലാവരും അങ്ങനെയാ അവളെ വിളിക്കുക. പക്ഷേ ഞാൻ അങ്ങനെ വിളിക്കില്ല. അവളെൻ്റെ മഴത്തുള്ളിയാണ്. പ്രണയം എന്താണെന്നറിയാതെ മരുവായി തീർന്ന എൻ്റെ ഹൃദയത്തിൽ പ്രണയത്തിൻ്റെ മഴ പൊഴിയിച്ചത് അവളാണ്. എൻ്റെ മാത്രം മഴത്തുള്ളി. മറക്കുവാനാകില്ലൊരിക്കലും മറവി പോലും നിന്നെ പ്രണയിച്ചു പോയടോ. ഡയറിയിലെ ആദ്യ പേജ് ഇങ്ങനെയായിരുന്നു. തറവാട്ടിൽ തിരികെ എത്തി പകൽ മുഴുവൻ സുഖമായി ഉറങ്ങി എഴുന്നേറ്റ് ദേവകിയമ്മയുടെ ഊണ് കഴിക്കുമ്പോഴാണ് ദേവു ഡയറിയെപ്പറ്റി ഓർത്തത്. വേഗം കഴിച്ചു തീർത്ത് അവൾ മുറിയിലേക്ക് ഓടി. രാത്രിയായിരുന്നു. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. ദേവൻ വർക്കിന്റെ ആവശ്യത്തിന് ആന്ധ്രയിലാണ്. അവൻ വിളിച്ചപ്പോൾ വേഗം വിശേഷം പറഞ്ഞ് അവസാനിപ്പിച്ച് അവൾ ഡയറി എടുത്ത് ബാൽക്കണിയിലേക്ക് പോയിരുന്നു. ആദ്യത്തെ ഒരു പേജ് കഴിഞ്ഞപ്പോഴേ അവളുടെ കൈ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഉള്ളു പൊള്ളുന്ന സങ്കടത്തോടെ അവൾ അടുത്ത പേജ് മറിച്ചു. ഇന്നവളോട് ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു. പിന്നീട് കുറച്ച് പേജ് ശൂന്യമാണ്. അതിനടുത്ത പേജിൽ പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അവളോടുള്ള നിമിഷങ്ങളെല്ലാം വെറും ഒരു പുസ്തകത്താളിലല്ല, എൻ്റെ ഹൃദയത്തിലാണ് പതിയുന്നത്. അതിന് പ്രത്യേകിച്ചൊരു എഴുത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അടുത്ത പേജിലായി ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ. അവളതിൽ പയ്യെ ഒന്ന് തൊട്ടു. അവൾക്കായി അവൻ വാങ്ങിക്കൊടുത്ത പഞ്ഞിമിഠായിയുടെ കവർ. അന്നാ പാർക്കിൽ അവൾ ഉപേക്ഷിച്ചു പോയത്. അതുപോലും അവൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഓരോ പേജിലും നിരഞ്ജൻ കുത്തിക്കുറിച്ചിട്ടിരിക്കുന്ന വരികൾ. അവരുടേതായ ട്രെയിൻ യാത്ര, അന്നാ രാത്രിയിലെ അറിയാത്ത ബസ് സ്റ്റാൻഡിലെ സംഘട്ടനം, ആദ്യമൊരിക്കൽ നിരഞ്ജൻ തറവാട്ടിലെത്തിയപ്പോൾ അവരൊന്നിച്ച് രാത്രി തോട്ടിൻകരയിൽ പോയിരുന്നത്, ഒക്കെയും അവൻ്റെ പേനത്തുമ്പാൽ കോറിയിട്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് വിരഹമാണ്. പോയി അവൾ. എന്നെ അവൾ ചതിച്ചു എന്ന് വിശ്വസിച്ചു പോയി ഞാൻ. തെറ്റെൻ്റേതാണ് പെണ്ണെ. ഞാൻ നിന്നെ വിശ്വസിക്കണമായിരുന്നു. കഴിഞ്ഞില്ലെനിക്ക്. കൈവിട്ടുപോയി. ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കില്ല എന്നൊരനാവശ്യ വാശി എനിക്കുണ്ടായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കൂട്ടുകാരോടൊപ്പം പാർട്ടിക്ക് പോലും കുടിച്ചിട്ടില്ല ഞാൻ. എന്നിട്ടും ഞാൻ കുടിച്ചു പെണ്ണെ. അന്ന് രാത്രി അമ്മയുടെ കണ്ണിൽ പെടാതെ അവരോടൊപ്പം ഭക്ഷണം കഴിക്കാതെ മുറിയടച്ചിരുന്നു ഞാൻ. നിനക്കെന്നെ മനസ്സിലാക്കിക്കൂടെ ദേവു? നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒറ്റപ്പെടില്ല പെണ്ണെ. നീ കൂടെ വേണം എനിക്ക്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു ദേവു. എൻ്റെ അടുത്തേക്ക് വാ. ഇനിയുമുണ്ട് ഒരുപാട്. അവൻ്റെ ഹൃദയവേദന. അവൾക്ക് കൂടുതലൊന്നും വായിക്കാൻ കഴിഞ്ഞില്ല. കരഞ്ഞു പോയവൾ ഉറക്കെ. കരച്ചിൽ ചീളുകൾ നിശബ്ദതയെ ഭേദിച്ച് പുറത്തേക്ക് വന്നു. കരഞ്ഞു തളർന്നവളുടെ മിഴികളിൽ എപ്പോഴോ ഉറക്കം കനം തൂങ്ങി. ദേവയാനിക്കൊപ്പം അമ്പലത്തിലേക്ക് എത്തിയതാണ് നിതാര. ഇളം പിങ്ക് നിറത്തിലെ ചുരിദാറൊക്കെ അണിഞ്ഞ് നിഷ്കളങ്കമായി തൊഴുത് കണ്ണടച്ച് നിൽക്കുന്നവളെ ദേവയാനി സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, അത്ഭുതത്തോടെ നോക്കിപ്പോയി. ദേവുവിനൊപ്പം അവൾ എത്ര തവണ അമ്പലത്തിൽ വന്നിട്ടുണ്ടെന്നവൾ കണക്കെടുത്ത് പറയുമ്പോൾ ദേവയാനി ഒന്നുകൂടി അമ്പരന്നു. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴാണ് ആ വിളി കേട്ടത്. എടോ ദേവേ. ദേവയാനി തിരിഞ്ഞു നോക്കി. അവിടുത്തെ മലയാളി അസോസിയേഷനിലെ അംഗമാണ് സുലോചന. താരുവിന് ഇഷ്ടമാവില്ല എന്ന ഒറ്റ കാരണത്താൽ തിരക്കുണ്ടെന്ന് പറഞ്ഞു പോകാൻ നോക്കിയ അമ്മയോട് അവൾ പറഞ്ഞു, പോയി സംസാരിച്ച് വാ അമ്മ. ദേവയാനി അത് കേട്ടതും സുലോചനയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവൾ വെറുതെ അമ്പലത്തിന് പുറത്തേക്ക് നോക്കി നിന്നു. നിരഞ്ജനാണ് അമ്പലത്തിൽ കൊണ്ടുവിട്ടത്. തിരികെ കൂട്ടാനും അവൻ തന്നെ വരുമെന്നാണ് പറഞ്ഞത്. എടോ തുമ്പിപ്പെണ്ണേ. അപ്രതീക്ഷിതമായി ദേവന്റെ വിളി കേട്ട് താരു പിടച്ചിലോടെ തിരിഞ്ഞു നോക്കി. വെള്ളമുണ്ടും ഗോൾഡിന്റെ നിറമുള്ള ഷർട്ടുമൊക്കെ ഇട്ട് വരുന്ന ദേവനെ കണ്ടവൾ അറിയാതെ നോക്കി നിന്നുപോയി. നെറ്റിയിൽ ചെറിയൊരു ചന്ദനക്കുറി കിടപ്പുണ്ട്. ഷർട്ടിന്റെ തുറന്ന 2 ബട്ടണിലൂടെ നെഞ്ചിൽ തിളങ്ങിക്കിടക്കുന്ന സ്വർണമാല കാണാം.
കയ്യിലൊരിടിവള. ദേവ്? അവളുടെ കണ്ണുകൾ വിടർന്നുപോയി. എത്ര നാളായി കണ്ടിട്ട്? 1 മാസത്തോളമായി. എന്താടോ അമ്പലത്തിലൊക്കെ ഒറ്റയ്ക്ക്? ദേവൻ അടുത്തു വന്ന് വിശേഷം തിരക്കുമ്പോൾ അവൾ പയ്യെ പറഞ്ഞു. അതെന്താ, അമ്പലത്തിൽ ഒറ്റയ്ക്ക് വരാൻ പാടില്ലെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? അവൾ കുറുമ്പോടെ ചോദിക്കുന്നത് കേട്ട് അവൻ പറഞ്ഞു. ഓ, ഞാനൊന്നും ചോദിച്ചില്ലേ തമ്പുരാട്ടി. അവന്റെ പറച്ചിൽ കേട്ടതും അവൾ ചിരിച്ചുപോയി, ഭംഗിയിൽ. അല്ലെങ്കിലേ ദേവൻ ശ്രദ്ധിച്ചിരുന്നു. അവൾക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട്. ആ കണ്ണുകളിൽ പതിവില്ലാത്ത തിളക്കം. സുലോചനയോടുള്ള വർത്തമാനം വേഗം തീർത്ത് ദേവയാനി അവൾക്കടുത്തേക്ക് ചെന്നു. ദേവിനെ പരിചയമില്ലാതെ നോക്കുമ്പോഴേക്കും താരു അവനെ പരിചയപ്പെടുത്തി. അമ്മ, ഇതാണ് ദേവ്, ദേവുവിന്റെ ട്വിൻ ബ്രദർ. ആളെ മനസ്സിലായതും ദേവയാനി സന്തോഷത്തോടെ ചിരിച്ചു. ആ മോനോ? പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. മോനെന്താ ഇവിടെ? ദേവുമോൾ ഇന്നലെ നാട്ടിലേക്ക് തിരിച്ചു പോയല്ലോ. ദേവയാനി അന്വേഷിക്കവേ അവൻ പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിക്ക് ഒരു ആക്സിഡന്റ്. പുള്ളിക്കാരിയെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. വൈകിട്ടത്തെ ഫ്ലൈറ്റിന് പോകും. പിന്നെയും എന്തൊക്കെയോ വിശേഷം ദേവയാനി തിരക്കി അവനോട്. അവൻ അതിനൊക്കെ മറുപടി പറയുമ്പോൾ നിത്താര അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. നിരഞ്ജന്റെ കാറിന്റെ ഹോണടി കേട്ടപ്പോൾ ദേവയാനി പറഞ്ഞു. ഞങ്ങൾ പോട്ടെ മോനെ, നിരഞ്ജൻ വിളിക്കാൻ വന്നതാ. ദേവ് ചിരിയോടെ നിരഞ്ജൻ നിൽക്കുന്നിടത്തേക്ക് നോക്കിയതും അവന്റെ മുഖം കൂർത്തുപോയി. അവനെ ശ്രദ്ധിക്കാതെ ദേവയാനിയോട് എന്തോ പറഞ്ഞിട്ട് ദേവൻ വേഗം തിരിഞ്ഞു നടന്നു. ദേവന്റെ ഭാവം നിരഞ്ജനെ വല്ലാതെ വേദനിപ്പിച്ചു. ദേവു പിണക്കം മറന്നാലും ദേവ് അവനോട് ക്ഷമിക്കില്ല എന്നവന് മനസ്സിലായി. 2-3 ദിവസം അങ്ങനെ കടന്നുപോയി. ദേവുവിന് നാട്ടിലെ കമ്പനിയിൽ പോസ്റ്റുമായി രഘു ഇളയച്ചൻ വന്നു. നിരഞ്ജനെ വിളിക്കണം, സംസാരിക്കണം എന്നൊക്കെയുണ്ട്. പക്ഷെ ശ്രീ അത് കഠിനമായി വിലക്കിയിരിക്കുകയാണല്ലോ. എന്നിട്ടും 1-2 തവണ അവളവനെ വിളിച്ചു നോക്കി. പക്ഷെ നിരഞ്ജൻ അത് എടുക്കാനേ പോയില്ല. മുറിയിൽ തന്നെ അടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. അപ്പോഴാണ് ഇളയച്ചൻ നിർബന്ധിച്ചവളെ നാട്ടിലെ കമ്പനിയിലേക്ക് പോകാൻ പറഞ്ഞത്. പിറ്റേന്ന് മുതൽക്ക് കമ്പനിയിൽ പോകണമല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഒരു ഞായറാഴ്ച തള്ളി നീക്കുമ്പോഴാണ് ആര്യ ഓടിക്കിതച്ചവളുടെ മുറിയിലേക്ക് വന്നത്. കട്ടിലിൽ ചുരുണ്ടുകൂടിയിരുന്നവളുടെ നെഞ്ചൊന്ന് കിടുങ്ങിപ്പോകും വിധമായിരുന്നു ആര്യയുടെ വാക്കുകൾ. അവൾ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റ് പോയി അത് കേട്ടതും. നിരഞ്ജനും അമ്മയും അച്ഛനും അനിയത്തിയും വന്നിട്ടുണ്ടത്രേ. ഹാളിലിരുന്ന് മുത്തശ്ശനോടും മറ്റുള്ളവരോടും സംസാരിക്കുകയാണത്രേ അവർ. കയ്യിൽ കിട്ടിയ ദാവണിയും വാരി ഉടുത്ത് മുടിയും കെട്ടിവെച്ച് താഴേക്ക് ഓടിയിറങ്ങുമ്പോൾ അവൾ അറിഞ്ഞില്ല അവരുടെ ആഗമനോദ്ദേശം. ദേവു ചെറിയ വിറയലോടെയാണ് ഹാളിലേക്ക് വന്നത്. തലയുയർത്തി നേരെ നോക്കാതെ തന്നെ അവൾ കണ്ടു അവിടെ ഇരിക്കുന്നവരെ. നിരഞ്ജനും അച്ഛനും അമ്മയും താരുവും. കുറുപ്പമ്മാവനില്ല. വാസുദേവൻ കുറുപ്പിനൊപ്പം മുൻപും തറവാട്ടിൽ വന്നിട്ടുണ്ടല്ലോ. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും ഇളയച്ചനും ഇളയമ്മയും അപ്പച്ചിയും ഒക്കെ അവരോട് സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും നിരഞ്ജൻ ഇവിടെ വന്നപ്പോഴുള്ള അനുഭവം പറഞ്ഞു മതിയാകുന്നില്ല. അവനതെല്ലാം പുഞ്ചിരിയോടെ കേട്ടിരിക്കുന്നുണ്ടെങ്കിലും അറിയാതെ പോലും ദേവുവിനെ നോക്കിയില്ല. അങ്ങനെ ഒരാൾ അവിടെ നിൽപ്പുണ്ടെന്നവന് അറിയില്ലെന്ന് തോന്നുന്നു. ഹൈദരാബാദിലെ ബിസിനസ്സൊക്കെ മതിയാക്കി ഇനിയങ്ങ് നാട്ടിൽ കൂടാമെന്ന് വച്ചു. വാസുദേവൻ പറഞ്ഞത് ചെറിയ ഞെട്ടലോടെയാണ് ദേവു കേട്ടത്. എന്നാൽ ബിസിനസ് എന്ന് കേട്ടതും എല്ലാവരും ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. കാരണം ദേവുവിന്റെ മടങ്ങിവരവ് അത്ര സുഖത്തിലല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആരും ഒന്നും മിണ്ടാത്തത് കണ്ട് വാസുദേവൻ പറഞ്ഞു. നിരഞ്ജൻ കമ്പനി ഏറ്റെടുത്തിട്ട് കുറച്ചു നാളാവുന്നതേ ഉള്ളൂ. അവന് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല. അതിൻ്റെ ഒരു തെറ്റിദ്ധാരണയിൽ അവൻ ദേവുമോളോട് കുറച്ച് ദേഷ്യപ്പെട്ടു. അതിലൊരു മാപ്പ് പറയാനും കൂടിയാ ഞങ്ങളിപ്പോൾ വന്നത്. അത് കേട്ടതും ദേവകിയമ്മ അവളെ ഒന്ന് നോക്കി. ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ പിണങ്ങി വന്നത് എന്ന ഭാവത്തിൽ. മാപ്പോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല വാസുദേവ. സുദേവൻ അത്ര കാര്യത്തിൽ വളർത്തിക്കൊണ്ട് വന്നതാ ദേവുമോളെ. അവളുടെ ഭാഗത്ത് നിന്നൊരു തെറ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലടോ. മുത്തശ്ശൻ പറയുന്നത് കൂടി കേട്ടപ്പോൾ നിരഞ്ജന്റെ തല താണുപോയി. അത് കണ്ടതും വിഷയം മാറ്റാൻ എന്നോണം ദേവകിയമ്മ പറഞ്ഞു. നിങ്ങൾ ഇവിടെ എവിടെയാ താമസിക്കുന്നത്? പോയിട്ട് തിരക്കൊന്നുമില്ലല്ലോ. ഊണ് കഴിഞ്ഞ് പോയാൽ മതി കേട്ടോ. എൻ്റെ തറവാട് ഇവിടെ നിന്നൊരു 12 കിലോമീറ്റർ മാറിയാ, തെക്കേടത്ത്. വാസുദേവന്റെ മറുപടിയിൽ തലയാട്ടിക്കൊണ്ട് ദേവകിയും പെൺപടകളും അടുക്കളയിലേക്ക് വലിഞ്ഞു.
ദേവു അടുക്കളയിലേക്ക് പോകാതെ നേരെ ചെന്നത് കുളപ്പടവിലേക്കാണ്. വെള്ളത്തിൽ കാലുമിട്ടിരുന്നവൾ സ്വയം പിറുപിറുത്തു പോയി. എന്തൊരു ദുഷ്ടനാ, എന്നെ ഒന്നും മൈൻഡ് കൂടെ ചെയ്തില്ല. ഇല്ല, മൈൻഡ് ചെയ്യില്ല. പറഞ്ഞതിനുള്ള മറുപടി വേഗത്തിൽ തന്നെ ഉറച്ച ശബ്ദത്തിൽ കേട്ടപ്പോൾ ദേവു നെഞ്ചിടിപ്പോടെ ചാടി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി. കുളപ്പടവിലെ വാതിലിനടുത്ത് കൈയും കെട്ടി നിൽപ്പുണ്ടവൻ. അവനെ കണ്ടതും ദേവു ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. ഞാനിനി കമ്പനിയിൽ പോകുന്നില്ല ദേവു. അവൻ പറഞ്ഞത് കേട്ട് വീണ്ടും അവൾ ഞെട്ടി. ഇതെന്തൊക്കെയാ ഇവരീ പറയുന്നേ? കമ്പനി ഹൈദരാബാദിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നു. നിരഞ്ജൻ കമ്പനിയിൽ പോകുന്നില്ല. ദേവു ഒന്നും മനസ്സിലാകാതെ ആശയക്കുഴപ്പത്തോടെ അവനെ നോക്കി നിന്നുപോയി. നിന്നെ എല്ലാവരും വിശ്വസിച്ചു, ഞാൻ മാത്രം തെറ്റുകാരിയായി കണ്ടു. അതുകൊണ്ട് നിന്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഞാൻ ഇനി കമ്പനിയിൽ കയറില്ല. ദേവു അന്തം വിട്ടുപോയി. സ്വയം ശിക്ഷിക്കുകയാണോ അവൻ? നിരഞ്ജൻ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീയല്ല, പക്ഷേ മറ്റാരോ എന്നെ ചതിച്ചിട്ടുണ്ട്. എന്നാന്യൻ ഗ്രൂപ്പ്സ്, ചെട്ടിയാർ, വർഷ, നിതാര എല്ലാം കണക്റ്റഡ് ആണടോ. എനിക്കത് കണ്ടുപിടിക്കണം. അതിനാദ്യം അച്ഛനെയും അമ്മയെയും താരുവിനെയും സേഫ് ആക്കണം. അതിന് പറ്റിയ ഇടം അച്ഛൻ്റെ തറവാട് തന്നെയാ. അതുകൊണ്ടാ അവരെ ഇങ്ങ് കൊണ്ടുവന്നത്. നിരഞ്ജൻ പറയുന്നതെല്ലാം അവൾ മൂളിക്കേട്ടതേയുള്ളൂ. തിരികെയൊന്നും പറഞ്ഞില്ല. അവസാനം അവൻ തിരിഞ്ഞു നടക്കാനാഞ്ഞപ്പോൾ അവൾ അവനെ പിടിച്ചു നിർത്തി ആഞ്ഞു പുണർന്നു. അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും അവൻ ഒരുപാട് ഇഷ്ടത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. പലതും തീരുമാനിച്ചുറപ്പിച്ചാണ് നിരഞ്ജൻ കേരളത്തിലേക്ക് കാലെടുത്ത് കുത്തിയത്. ഇനിയൊരു വിട്ടുകൊടുക്കൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് രായ്ക്ക് രാമാനം കാർ ആക്സിഡന്റ് ആക്കി 2 മാസം ബെഡിൽ കിടത്തിയ ചെട്ടിയാരെ തന്നെ ആദ്യം വലയിട്ട് പിടിച്ചത്. നേരെ ചൊവ്വെ 2 എണ്ണം പൊട്ടിക്കുമ്പോഴാണ് അയാളുടെ വായിൽ നിന്നും അത് വീണത്. നിതാരയുടെ കാറിൽ പോയ നിരഞ്ജനാണ് ആക്സിഡന്റ് പറ്റിയത്. അത് നിതാരയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്ന്. നിതാരയ്ക്ക് നേരെ അങ്ങനെ ഒരു വധശ്രമം നടത്തിയത് എന്നാൻ ഗ്രൂപ്പ്സിന്റെ MD നന്ദിത് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടാണത്രേ. ഇതിനൊരു അവസാനം വേണമെങ്കിൽ നിതാരയ്ക്ക് എന്താ പറ്റിയതെന്നറിയണം. എന്തിനാണ് നന്ദിത് ചന്ദ്രശേഖരൻ നിതാരയെ ഉപദ്രവിക്കുന്നത്? അതിനുവേണ്ടി അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? എനിക്കൊന്ന് കാണണം. വൈകുന്നേരം 5 മണിക്ക് ബീച്ചിലുണ്ടാകും, വരാതിരിക്കരുത്. ഉച്ചയ്ക്ക് അരുന്ധതിയുടെ മെസ്സേജ് വരുമ്പോൾ അപ്പത്തൊട്ട് വന്നിരിക്കുന്നതാണിവിടെ. ഇരുന്നിരുന്ന് വേരിറങ്ങി കാശിക്ക്. എന്നിട്ടും സമയം പോകുന്നില്ല. അതൊന്ന് 5 വേണം അവളെയൊന്ന് കാണാൻ. ഒരുപാട് നാളായിരുന്നു അവളെ കണ്ടിട്ട്. അവസാനം അവളുടെ എത്ര പൈസ വേണമെങ്കിലും തരാം, ഒഴിഞ്ഞു പോകുമോ എന്നുള്ള പറച്ചിലിൽ മാറി നടക്കുകയായിരുന്നു അവൻ. മറക്കാൻ ശ്രമിച്ചു നോക്കി, സാധിച്ചില്ല അവന്. അത്രയും ആഴത്തിലവൾ പതിഞ്ഞു പോയിരുന്നു. 4:30 കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വന്നു. ഇളം നീല നിറത്തിലെ കോട്ടൺ സാരിയാണ് അവൾ ഉടുത്തിരുന്നത്. മുടി വെറുതെ ഒറ്റപ്പിന്നൽ കെട്ടി പിന്നിലേക്ക് തന്നെ നിവർത്തിയിട്ടിരുന്നു. നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടല്ലാതെ വേറൊന്നുമില്ല അവൾക്ക്. എന്നിട്ടും കണ്ണെടുക്കാൻ സാധിക്കാത്തത്ര ഭംഗി. അരുന്ധതി അവൻ അടുത്ത് വന്ന് ബെഞ്ചിലിരുന്നു. കാശി വേഗം അവളിൽ നിന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു. കടലിലേക്ക് തന്നെ 1-2 നിമിഷം അവർ ഇരുവരും നോക്കിയിരുന്നു. സംസാരിക്കാനുള്ള വിമുഖത മാറ്റിയത് അവളാണ്. വന്നിട്ട് ഒരുപാട് നേരായോ? അവൻ അല്ലെന്നോ ആണെന്നോ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും മൗനം അവിടെ സ്ഥാനം പിടിച്ചു. ഒടുവിൽ അവൾ വീണ്ടും ചോദിച്ചു, ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ വന്ന കൈപിടിച്ച് കയറ്റാൻ തറവാട്ടുമുറ്റത്ത് അമ്മയുണ്ടാകുമോ? കാശി പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവൾ തന്നെയാണോ ഈ പറയുന്നത്? ഇത് സത്യമാണോ? എന്താ മറുപടി പറയുന്നില്ലേ? ഉണ്ടാവില്ല അല്ലേ? ഉത്തരവും അവൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞു. നീ വരുമോ? എങ്കിൽ അമ്മയുണ്ടാകും. തൊട്ടടുത്ത നിമിഷം അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അത് കേട്ടതും അത്രയും നേരം ഗൗരവത്തിലിരുന്ന അരുന്ധതിയുടെ മുഖം നേർത്തുപോയി. ഒരിടർച്ചയോടെ അവൾ മുഖം പൊത്തി കരയാൻ തുടങ്ങി. അതൊരിക്കലും കാശി പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ വേഗം അവളുടെ 2 തോളിലും പിടിച്ചവൻ അഭിമുഖമായി ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, എന്താടോ ഇത്? ഞാൻ എപ്പോഴെങ്കിലും എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്ന് വാശി പിടിച്ചിട്ടുണ്ടോ? തനിക്കിഷ്ടമില്ലെങ്കിൽ വേണ്ടാടോ, ഞാൻ നിർബന്ധിക്കില്ല. വിങ്ങലോട് അവനത് പറയുമ്പോൾ അവൾ പയ്യെ പറഞ്ഞു, സങ്കടം വന്ന ഒന്നോടിപ്പോയി പറയാൻ പോലും എനിക്കാരുമില്ല. പാതി വഴിക്ക് ഒറ്റയ്ക്കാക്കില്ലെങ്കിൽ ഞാൻ വന്നോട്ടെ നിങ്ങളുടെ കൂടെ. നിങ്ങൾ അന്നെൻ്റെ മുൻപിൽ നിന്നിറങ്ങിപ്പോയത് ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്.
ഞാനൊന്നും ഉറങ്ങിയിട്ടില്ലടോ. അതിനുശേഷം കാശി അതിനുത്തരമൊന്നും പറഞ്ഞില്ല. പതിയെ എഴുന്നേറ്റ് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് കാറിനടുത്തേക്ക് നടന്നു. അവളെ കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയിട്ട് അവൻ വേഗം വണ്ടിയെടുത്തു. ആ വണ്ടി വന്നു നിന്നത് തെക്കേടത്തെ തറവാടിന് മുന്നിലാണ്. ഭംഗിയിൽ അലങ്കരിച്ച നെയിം ബോർഡുള്ള ഗേറ്റും കടന്ന് മുറ്റത്ത് കാർ നിർത്തുമ്പോൾ ശരിക്കും അരുന്ധതി ഞെട്ടിയിരുന്നു. ഇറങ്ങ്. കാശിയുടെ ഉയർന്ന ശബ്ദത്തിൽ അവൾ വേഗം പുറത്തേക്കിറങ്ങി. എങ്കിലും കിടുകിട വിറയ്ക്കുന്നുണ്ടായിരുന്നവൾ. കാശിയുടെ കാർ വന്ന് നിൽക്കുന്ന ഒച്ച കേട്ട് സുഭദ്ര പുറത്തേക്കൊന്ന് എത്തി നോക്കി. അവനൊപ്പം അവിടെ നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവരുടെ നെറ്റി ചുളിഞ്ഞു. പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു. മീനാക്ഷി അമ്മയെയും ജയദേവനെയും കാശിയുടെ അമ്മയെയും വേഗം തന്നെ വിളിച്ചു കൂട്ടിയവർ. കണ്ടില്ലേ, തോന്നിവാസി ചെറുക്കനൊരു പെണ്ണിനെയും വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. വളർത്തുദോഷം അല്ലാണ്ടെന്താ? സുഭദ്ര ഉറഞ്ഞു തുള്ളുകയാണ്. അത് കണ്ടതും അരുന്ധതി പേടിച്ചവന്റെ കയ്യിൽ കൊരുത്തു പിടിച്ചു. മീനാക്ഷിയമ്മ ആണെങ്കിൽ അവളെ അടിമുടി വീക്ഷിക്കുന്ന തിരക്കിലാണ്. ആരുമൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് കാശി പറഞ്ഞു, ഇത് അരുന്ധതി, എനിക്കിവളെ ഇഷ്ടാ. അനുവാദം ചോദിക്കാൻ ഇവൾക്കാരുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. അത് ശരി, അനാഥ പെണ്ണിനെ ആണോടാ തല തെറിച്ചവനെ നീ കൊണ്ടുവന്നത്? സുഭദ്ര വീണ്ടും ഒച്ചയെടുത്തപ്പോൾ മീനാക്ഷിയമ്മ പറഞ്ഞു, സുഭദ്രേ വേണ്ട, ഇവിടിപ്പോഴും തീരുമാനമെടുക്കുന്നത് ഞാൻ തന്നെയാ, അല്ലേ ജയ? അവർ മോനോട് ചോദിക്കെ ആണെന്നർത്ഥത്തിൽ ജയദേവൻ തലയാട്ടി. അപ്പം നിലവിളക്കെടുത്തോളൂ, കുട്ടിയെ വേഗം അകത്തേക്ക് കയറ്റാൻ. അവരത് പറയുന്നത് കേട്ട് കാശി പുഞ്ചിരിച്ചു. അരുന്ധതിയിലും ആശ്വാസത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു. സന്ധ്യ മയങ്ങി തുടങ്ങി. കിളികളെല്ലാം കൂടണയും പോലെയാണ് എല്ലാവരും തെക്കേടത്തെ തറവാട്ടിലേക്ക് എത്തിച്ചേർന്നത്. വാസുദേവനും നിതാരയ്ക്കും ദേവയാനിക്കുമൊപ്പം നിരഞ്ജന്റെ കാർ തറവാട്ടുമുറ്റത്ത് നിർത്തുമ്പോൾ നിതാര ചെറിയ ഭയത്തോടെ ദേവയാനിയുടെ കയ്യിൽ പിടിച്ചു. അവളുടെ വിയർത്ത ഉള്ളം കൈ കോർത്തു പിടിച്ച് ആ അമ്മ പറഞ്ഞു, നിതമോളെ, കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ മോള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുവാന്നാ പറഞ്ഞത് കേട്ടോ. നിതാര തലയാട്ടി. വർദ്ധിച്ചു വരുന്ന ആകാംക്ഷയോടെ നിതാര അവരോടൊപ്പം കാറിൽ നിന്നിറങ്ങി. എല്ലാവരും സന്തോഷത്തോടെ അവളെയും ആ കുടുംബത്തിലേക്ക് കൈപിടിച്ച് കയറ്റി. വല്യച്ഛനെന്നും വല്യമ്മയെന്നും അച്ഛമ്മയെന്നും ഒക്കെ ദേവയാനി ഓരോരുത്തരെയും ചൂണ്ടി അവൾക്ക് പറഞ്ഞു കൊടുത്തു. നിതാര ഒരു കൊച്ചു കുഞ്ഞിന്റെ ലാഘവത്തോടെ അതെല്ലാം ഏറ്റു പറഞ്ഞു. അപ്പോഴാണ് സുഭദ്രയും സാന്ദ്രയും ഹാളിലേക്ക് വന്നത്. നിരഞ്ജൻ അടുത്തായി ദേവയാനിക്കൊപ്പം ഇരിക്കുന്ന നിതാരയെ കണ്ട് സുഭദ്രയുടെ കണ്ണു മിഴിഞ്ഞു. കാശിയെ പോലെ വല്ലവളെയും ഇവനും വിളിച്ചിറക്കിക്കൊണ്ടു വന്നോ ഈശ്വര? മനസ്സിൽ തോന്നിയ ഭയം അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഭദ്രേ, ഇതാ വാസുവിന്റെ മോള് നിതാര. ജയദേവൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് അവരുടെ മുഖത്ത് വെട്ടം വീണത്. ആണോ? ഞാൻ കരുതി കാശി കാണിച്ചതുപോലെ കണ്ണനുമെന്തോ അബദ്ധം കാണിച്ചുവെന്ന്. സുഭദ്ര പറഞ്ഞത് കേട്ട് വാസുദേവന്റെയും ദേവയാനിയുടെയും നെറ്റി ചുളിഞ്ഞു. അബദ്ധമോ? എന്തബദ്ധം? വാസുദേവന്റെ ചോദ്യത്തിന് മീനാക്ഷിയമ്മയാണ് മറുപടി പറഞ്ഞത്. കാശിക്കൊരു കുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ കുട്ടി വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല നാളിൽ നമ്മുടെ കാവിൽ വെച്ച് കെട്ടി നടത്താം. ആദ്യമൊന്ന് നെറ്റി ചുളിഞ്ഞെങ്കിലും പിന്നീട് വാസുദേവനും ദേവയാനിയും ചിരിച്ചു. കാശി കയറി ഗോളടിച്ച സ്ഥിതിക്ക് സാന്ദ്ര തന്റെ തലയ്ക്ക് നേരെ വരുമല്ലോ എന്ന പേടിയായി നിരഞ്ജന്. സാന്ദ്ര തൽക്കാലത്തേക്ക് നിരഞ്ജനെ മറന്ന് നിതാരയെ വായി നോക്കുകയാണ്. ആ നോട്ടത്തിൽ കലർന്നിട്ടുള്ളത് അസൂയ മാത്രമാണ് സുഹൃത്തുക്കളെ. സാധാരണ കുർത്തിയും ജീനും ഇട്ടിരുന്ന നിതാരയ്ക്ക് മുഖത്തൊരു ചമയവുമില്ലായിരുന്നു. എന്നിട്ടും ഐശ്വര്യമുള്ള മുഖം. പാവം സാന്ദ്ര 24 മണിക്കൂറും ഏഷ്യൻ പെയിന്റ്സിൽ മുങ്ങി നടപ്പാണല്ലോ. അപ്പോഴാണ് മുറിയിൽ നിന്നിറങ്ങി കാശി അങ്ങോട്ട് വന്നത്. എല്ലാവരുടെയും കള്ളച്ചിരിയിൽ അവന് ചെറിയ നാണം തോന്നി. എന്നാൽ നിരഞ്ജന്റെ ദഹിപ്പിക്കുന്ന നോട്ടം കണ്ടതും ആ നാണമൊക്കെ എങ്ങോട്ടോ പോയി മറഞ്ഞു. ഇപ്പം അവന്റെ നോട്ടത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, കെട്ടുന്നതിന് മുന്നേ അവളെ വിധവയാക്കരുത്. എന്നാൽ നിരഞ്ജന്റെ നോട്ടത്തിൽ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ തെണ്ടി എന്ന് മാത്രമായിരുന്നു ഭാവം. എന്നാൽ നിരഞ്ജന്റെയും നിതാരയുടെയും മനസമാധാനം പെട്ടെന്ന് ആവിയായിപ്പോയി. കാശിയുടെ അമ്മ കൂട്ടിക്കൊണ്ടുവരുന്ന അരുന്ധതിയെ അവർ ഞെട്ടലോടെ നോക്കി നിന്നു. ഹൈദരാബാദിൽ നിതാര ചികിത്സിക്കുന്ന അതേ ഡോക്ടർ അരുന്ധതി. നിതാരയുടെ മെന്റൽ ഹെൽത്തിന്റെ ഇപ്പോഴത്തെ നില കൃത്യമായി അറിയാവുന്നവൾ. അവൾ തന്നെയാണ് കാശിയുടെ പെണ്ണ്, ഡോക്ടർ അരുന്ധതി. അച്ഛൻ്റെയും അമ്മയുടെയും വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും അപ്പച്ചിയുടെയും അച്ഛമ്മയുടെയും മുന്നിൽ വച്ച് നിതാരയെപ്പറ്റി അരുന്ധതി പറഞ്ഞ ഇനി എന്ത് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് നിരഞ്ജൻ ഓർത്തു. കാരണം നിതാര ഒരുപക്ഷെ വീണ്ടും വയലന്റ് ആയാലോ എന്ന് പേടിയായിരുന്നു അവന്. അരുന്ധതി അവരെ കണ്ടൊന്ന് ഞെട്ടി. ഇത് ചെറിയച്ഛൻ്റെ മക്കളെന്ന് കാശി പരിചയപ്പെടുത്തുമ്പോൾ അരുന്ധതി അവരെ തന്നെ വീക്ഷിച്ചു.
നിരഞ്ജന്റെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങൾ കാണുകെ അവന്റെ ഭയം അവൾക്ക് മനസ്സിലായി. അരുന്ധതി അപരിചിതത്വ ഭാവത്തോടെ അവരെ നോക്കി ചിരിച്ചു. അത് കണ്ടപ്പോഴാണ് നിരഞ്ജൻ ആശ്വാസമായത്. അവൻ പതുക്കെ നിതാരയുടെ കുഞ്ഞുവിരലിൽ മുറുകെ പിടിച്ചു. അത് തണുത്തുറഞ്ഞു പോയിരുന്നു. മോൾ എന്താ ചെയ്യുന്നത് എന്ന ദേവയാനിയുടെ ചോദ്യത്തിന് സൈക്കോളജിസ്റ്റ് ആണെന്ന് പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ഉത്തരം നൽകി. എന്തായിട്ടെന്താ, ചോദിക്കാനും പറയാനും തന്തയും തള്ളയുമൊന്നും ഇല്ലല്ലോ. ദേവേട്ടത്തിക്കാണെങ്കിൽ ഒരാങ്ങളെങ്കിലും ഉണ്ടായിരുന്നു. സുഭദ്ര പറഞ്ഞതിൽ അരുന്ധതിക്കും ഒരു പരിധിവരെ ദേവയാനിക്കും കൊണ്ടു. അരുന്ധതിയുടെ കണ്ണുകളിൽ നോവ് പടർന്നെങ്കിലും മുഖത്തെ പുഞ്ചിരിക്ക് മാറ്റമില്ലായിരുന്നു. കാശിക്ക് ദേഷ്യം നുരഞ്ഞു പൊങ്ങിയെങ്കിലും പ്രായത്തെ നോക്കി അവനൊന്നും പറഞ്ഞില്ല. സുഭദ്രയ്ക്ക് മറുപടി കൊടുത്തവളാണ് നിതാര വാസുദേവ് വർമ്മ. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? അരുന്ധതി ഡോക്ടർക്ക് കാശിയേട്ടനില്ലേ? അങ്ങനെ നോക്കുമ്പോ അപ്പച്ചിക്കാരാ ഉള്ളത്. എടുത്തടിച്ച പോലുള്ള അവളുടെ ചോദ്യം കേട്ട് സുഭദ്ര ഒന്നും മിണ്ടിയില്ല. ആദ്യം തൊട്ടേ സുഭദ്രയുടെ ഭർത്താവ് കൂടെയില്ലെന്ന് നിതാരയ്ക്ക് മനസ്സിലായിരുന്നു. കുറച്ചു നേരം കൂടി സംസാരിച്ചിട്ട് മുകൾ നിലയിൽ അവർക്ക് വേണ്ടിയുള്ള മുറിയിലേക്ക് എല്ലാവരും പോയി. സാന്ദ്ര നിരഞ്ജനെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചെങ്കിലും നിരഞ്ജൻ അവളെ നോക്കാനേ പോയില്ല. നിതാര പതിയെ ഓരോന്നും ആസ്വദിച്ചു വരുന്ന തിരക്കിലാണ്. ഡോക്ടർ, തൽക്കാലത്തേക്ക് നിതാരയുടെ അസുഖത്തിന്റെ കാര്യം ഇവിടെ ആരോടും പറയരുത്. നിരഞ്ജൻ സൗകര്യം പോലെ ഒരു മെസ്സേജ് അരുന്ധതിക്ക് അയച്ചു. അവൾ അതിന് ഓക്കെ പറഞ്ഞപ്പോഴാണ് നിരഞ്ജൻ ശരിക്കും സമാധാനമായത്. നിരഞ്ജൻ, വർഷ ചേച്ചി എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് വേണം? ഉച്ചയൂണ് കഴിഞ്ഞ് മയങ്ങി എഴുന്നേറ്റപ്പോഴാണ് ദേവുവിൻ്റെ കോൾ വന്നത്. എടോ, ഇത്ര വലിയ ആക്സിഡന്റ് അല്ലേ, ഒരുപക്ഷെ മനസ്താപമുണ്ടായി കാണും. നിരഞ്ജന്റെ മറുപടി കേട്ടവൾ പല്ല് കടിച്ചു. മനസ്താപമല്ല പൊട്ടാ, മനസ്താപം. ഹാ, അത് തന്നെ. കുറ്റബോധം കാരണം കാര്യങ്ങൾ തുറന്നു പറയാനാവും. നീ ഇത് താരുവിനോട് പറയണ്ട കേട്ടോ. അപ്പം ഞാൻ വൈകിട്ട് ശ്രീയുടെ കൂടെ പോയി കാണട്ടെ? അവളുടെ ചോദ്യത്തിന് പോയി കാണാൻ അവൻ മറുപടിയും കൊടുത്തു. ഇനി എന്താണെന്നാലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ശത്രുക്കളെയെല്ലാം മനസ്സിലായി. പക്ഷെ എന്തിന്? അവരെല്ലാം തന്നെയും കുടുംബത്തെയും എല്ലാത്തിലും ഉപരി നിതാരയും ഉപദ്രവിക്കുന്നു. ഉത്തരം കിട്ടാത്ത പ്രശ്നം പോലെ അവനത് ആലോചിച്ചിരുന്നു പോയി. മരുന്നുകളുടെ മണമുള്ള ആശുപത്രി മുറി, പ്രത്യേകമായി സജ്ജീകരിച്ച ICU. ആ മുറിയിൽ യന്ത്രങ്ങളുടെ സഹായത്തോടെ ജീവൻ പിടിച്ചു നിർത്തി കിടക്കുകയായിരുന്നു വർഷ. ദേവു ആശുപത്രിയിലേക്ക് ഒറ്റയ്ക്കാണ് പോയത്. വരുൺ എപ്പോഴും ആശുപത്രിയിൽ നിൽക്കുന്നതിനാൽ ദേവനും നന്ദനും ബിസിനസ്സുമായി ഓടി നടക്കുകയാണ്. ദേവുവിനെ കണ്ട് വരുണൊന്ന് ചിരിച്ചു. തീരെ തെളിച്ചമില്ലാത്തൊരു ചിരി. അവന് അച്ഛനും അമ്മയുമെല്ലാം വർഷയാണല്ലോ. അവളുടെ ചെറിയൊരു തളർച്ച പോലും അവനെ തളർത്തും. അപ്പോഴാണ് ഇത്തരത്തിലൊരു ആക്സിഡന്റ്. വരുൺ കൊടുത്ത പച്ച ഗൗണൊക്കെ ധരിച്ച് മാസ്കും വച്ചവൾ ശീതീകരിച്ച ICU മുറിയിലേക്ക് കയറി. പകുതി മരിച്ചതിന് തുല്യമായി കിടക്കുന്ന വർഷയെ കണ്ടപ്പോൾ ആദ്യം അവൾക്ക് സങ്കടം വന്നെങ്കിലും നിതയോട് അവൾ കാട്ടിയ ക്രൂരത ഓർക്കവേ സഹതാപം മങ്ങിപ്പോയി. വർഷ ഭാരിച്ച കണ്ണുകൾ പ്രയാസപ്പെട്ടു തുറന്നു. ദേവു അടുത്ത് നിൽക്കുന്നത് അവളുടെ മങ്ങിയ കാഴ്ചയിലൂടെ കണ്ടു. വായ തുറന്നൊന്ന് സംസാരിക്കാൻ വർഷയ്ക്ക് സാധിക്കില്ലായിരുന്നു. വർഷ വിറയ്ക്കുന്ന മരവിച്ച വിരലുകൾ കൊണ്ടവളുടെ കൈകളിലൊന്ന് തൊട്ടു. ദേവുവായി കൈകളിലേക്കൊന്ന് നോക്കി. വർഷയുടെ ബലമില്ലാത്ത വിരലുകളിൽ കോർത്തൊരു ചെറിയ മെമ്മറി കാർഡ്. ദേവു ഒന്ന് ഞെട്ടിപ്പോയി. അവൾക്ക് നിരഞ്ജന്റെ വാക്കുകളാണ് ഓർമ്മ വന്നത്. മനസ്താപമുണ്ടാവും, കുറ്റബോധം. ദേവു എന്തെങ്കിലും പറയും മുമ്പ് വർഷ ആയാസപ്പെട്ടൊരു വശത്തേക്ക് നോക്കി. അവിടെ ഒരു നഴ്സ് നിപ്പുണ്ട്. ഒളികണ്ണാണെങ്കിലും ശ്രദ്ധ ഇങ്ങോട്ട് തന്നെയാണ്. ഇതിനിടയ്ക്കൊരു മഴ പെയ്തേ. ഓടിപ്പോയി തുണിയെടുത്തിട്ട് വന്നതിൻ്റെ അണപ്പും കിതപ്പും ഒക്കെ കേൾക്കുന്നേ. ഒന്ന് വിട്ടളഞ്ഞേക്ക്. ദേവു ഒന്നും മിണ്ടിയില്ല. പതിയെ ആ മെമ്മറി കാർഡ് സ്വന്തം കയ്യിലാക്കി വെച്ചു. വേഗം സുഖാവും ചേച്ചി, ഞാൻ പോയിട്ട് വരട്ടെ, അലിവോടെ പറഞ്ഞിട്ടവൾ പുറത്തേക്കിറങ്ങി. സത്യം പറഞ്ഞാൽ മനസ്സിലൊരിത്തിരി വിഷമമൊക്കെയുണ്ട്. കുഞ്ഞുനാളിലെ കാണാൻ തുടങ്ങിയതാണ് വരുണിനെയും വർഷ ചേച്ചിയെയും. അയ്യോ, അച്ഛനും അമ്മയും ഇല്ലാത്ത അവരോട് ദേവകി അമ്മയ്ക്കും അച്ഛനുമെല്ലാം വല്ലാത്തൊരിഷ്ടമാണ്. ആശുപത്രി വരാന്തയിലിരുന്ന വരുണിനടുത്തേക്ക് വന്നിട്ട് ദേവു അവൻ്റെ കരം കവർന്നു. ഞങ്ങളൊക്കെ കൂടെയുണ്ട് കേട്ടോടാ, എന്തേലും ആവശ്യമുണ്ടേ വിളിക്കാൻ മടിക്കരുത്. വരുൺ തലയാട്ടി. ദേവു ആശുപത്രിയിൽ നിന്ന് വെളിയിലേക്കിറങ്ങി. വീട്ടിൽ കാർ ഉണ്ടായിരുന്നു. എങ്കിലും ഡ്രൈവ് ചെയ്യാൻ മടിച്ചിട്ടവൾ ഓട്ടോ വിളിച്ചാണ് വന്നത്.
ഓട്ടോ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു താർ ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് നിർത്തിയത്. ദേവ് ഞെട്ടലോടെ അതേപോലെ ദേഷ്യത്തോടെ താറിലേക്ക് നോക്കി. ഡ്രൈവിംഗ് സീറ്റിൽ ഗൗരവത്തോടിരിക്കുന്ന നിരഞ്ജൻ. കയറാൻ അവൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചതും അവളത് അനുസരിച്ചു. ദേവു, നീ ആ ജിപ്സി കണ്ടോ? റോഡിൽ യു ടേൺ എടുക്കുമ്പോൾ അവൻ ഓപ്പോസിറ്റ് നിർത്തിയിട്ടിരിക്കുന്ന ജിപ്സിയിലേക്ക് നോക്കി ചോദിച്ചു. ദേവു കാര്യം മനസ്സിലാകാതെ കുഴങ്ങിപ്പോയി. അകത്ത് കിടക്കുന്ന വർഷയെ ഇടിച്ചത് അതേ ജിപ്സിയാണ്. റോഷൻ കേസുമായി മുന്നോട്ടു പോകട്ടെ എന്ന് ചോദിച്ചതാ. CCTVയിൽ വ്യക്തമാണ് കരുതിക്കൂട്ടിയുള്ള അപകടമാണെന്ന്. പക്ഷെ കേസ് മുന്നോട്ട് പോയ അതിൻ്റെ ഡ്രൈവർ ജിതിൻ കുടുങ്ങും. ഒരുപക്ഷെ നിതാരയുടെ പേരും അതിൽ വരും. അതാ റോഷനോട് ഞാൻ ആ കേസ് വിടാൻ പറഞ്ഞത്. എനിക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുകയും വേണം. പക്ഷേ നിതാരയുടെ പേര് പുറത്തറിയുകയും ചെയ്യരുത്. ദേവു അവനെ തന്നെ നോക്കി. ഇത്രയും നാൾ അവൻ നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു, നല്ലൊരു മകനായിരുന്നു, അതിലുപരി അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നാൽ അവനിപ്പോൾ അവൻ്റെ കുഞ്ഞനുജന്തിക്ക് മാത്രം വേണ്ടി നിലകൊള്ളുകയാണ്, നല്ലൊരു ഏട്ടൻ മാത്രമാവുകയാണ്. ആളൊഴിഞ്ഞ ഗ്രൗണ്ടിലേക്ക് താർ ഒതുക്കി നിർത്തി. ദേവുവിൻ്റെ കയ്യിൽ വർഷ കൊടുത്ത ആ മെമ്മറി കാർഡ് അവൻ ലാപ്പിലേക്ക് കണക്ട് ചെയ്തു. ദേവുവും നിരഞ്ജനും ആകാംക്ഷയോടാണ് നോക്കിയത്. ശത്രു നന്ദിത് പ്രഭാകരൻ എന്നല്ലാതെ വേറെ എന്തെങ്കിലും അറിയാനാകുമോ എന്നാണ് അവരുടെ ചിന്ത. വർഷ സ്വയം റെക്കോർഡ് ചെയ്തുണ്ടാക്കിയ ഒരു വീഡിയോ ആയിരുന്നു അത്. ദേവു മോളെ, നിങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ഇത് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നിതാര എന്ന കുട്ടിയെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ എനിക്ക് ആ കുട്ടിയുമായി നേരിട്ട് പരിചയമൊന്നുമില്ല മോളെ. പക്ഷെ ജിതിൻ എന്നൊരാൾ വഴിയാണ് ഞാൻ ആ കുട്ടിയെ പരിചയപ്പെടുന്നത്. ആദ്യം അയാൾ അനിയത്തിയാണെന്നൊക്കെ പറഞ്ഞു എന്നോട്. പോകെ പോകെ അതൊക്കെ നുണയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പലപ്പോഴായി ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അവൾക്ക് ഡ്രഗ്സ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നിതാരയോട് അവർക്ക് ഇത്ര പകയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. N&N ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിൻ്റെ MD നന്ദിത് പ്രഭാകര വർമ്മ. അയാളാണ് ജിതിൻ്റെ ബോസ്. അയാൾക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു, നന്ദന. നന്ദന മരിക്കാൻ കാരണക്കാരി നിതാര ആണെന്നാണ് അയാളുടെ വിശ്വാസം. അത് തെറ്റോ ശരിയോ എന്നെനിക്കറിയില്ല. പക്ഷേ നിതാരയുടെ ജീവൻ അപകടത്തിലാണ്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന നിമിഷം എന്നെ അയാൾ കൊല്ലും. പക്ഷെ ദേവു, നിതാര തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ മോൾ അവളെ രക്ഷിക്കണം. നന്ദിതിൻ്റെ പ്രതികാര കാരണം അവർക്ക് മനസ്സിലായി. ഇനിയതിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയണം. അതിനാദ്യം നന്ദന മരിച്ചതെങ്ങനെയെന്ന കാര്യം കണ്ടെത്തണം. മരിച്ചുപോയ പെങ്ങൾക്ക് വേണ്ടി ഏട്ടൻ ഒരു വശത്തും ജീവിച്ചിരിക്കുന്ന പെങ്ങൾക്ക് വേണ്ടി മറ്റൊരേട്ടൻ മറുവശത്തും. ഇതേ സമയം ജിതിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. സർ, വർഷയെ കാണാൻ ഒരു പെൺകുട്ടി വന്നിരുന്നു. പതിഞ്ഞ ശബ്ദത്തിൽ മയങ്ങിക്കിടക്കുന്ന വർഷയെ നോക്കി അതേ മുറിയിലെ ഡ്യൂട്ടി നഴ്സ് പറഞ്ഞു. എന്തായി? വർഷ എന്തെങ്കിലും സംസാരിച്ചോ അവളോട്? ഇല്ല സർ, അവളൊന്നും മിണ്ടില്ലിനി. എഴുന്നേറ്റ് നടക്കാൻ തന്നെ കാലം കുറെ പിടിക്കും. എഴുന്നേറ്റിട്ടും കാര്യമൊന്നുമില്ല. ഇനി അവളുടെ നാവ് ചലിക്കില്ല, അത്ര തന്നെ. ജിതിൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു, ക്രൂരമായ പുഞ്ചിരി. തുടരും. പിന്നെ നാളെ ഞാനില്ലാട്ടോ. അറിയാലോ, നാളെയാണ് എൻ്റെ മോളുടെ ചടങ്ങ്. അതൊക്കെ കഴിഞ്ഞിട്ട് മൺഡേ കൂടി ഞാൻ തരാം. ട്യൂസ്ഡേ പിന്നെ ഓണം തുടങ്ങുമല്ലേ. നോക്കട്ടെ, പറ്റിയ ഇടയ്ക്കിടാം. പറ്റുന്നവർ വായിച്ചോളൂ. എന്തായാലും വ്യൂസ് കുറവാ. ആരെങ്കിലും ഉള്ളവർ മുഷിച്ചിലില്ലെങ്കിൽ, തിരക്കില്ലെങ്കിൽ വായിച്ചോണേ.